Hi, Namaste, welcome back to us. Welcome back to my channel WinTrader. ചെറിയ നിക്ഷേപത്തിൽ നമുക്കൊരു ഹ്യൂജ് റിട്ടേൺസ് നമുക്ക് ഓപ്ഷനിൽ നിന്ന് എടുക്കാൻ സാധിക്കും. പക്ഷെ കറക്റ്റ് ഒരു എൻട്രിയും എക്സിറ്റും എവിടെ നിന്ന് പിടിക്കാൻ പറ്റും? അതോടൊപ്പം മാർക്കറ്റ് ഡൗണിലേക്കാണെങ്കിലും അപ് ട്രെൻഡിലേക്കാണെങ്കിലും ഒരു ഫേക്ക് ആയിട്ടുള്ള ഡൗൺസോ ഫേക്ക് ആയിട്ടുള്ള റിവേഴ്സൽസോ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതായത് ഇന്ന് 5th ഡിസംബറിലെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പം ഇന്നലത്തെ ബൈ ട്രെൻഡ് നല്ലൊരു ഹ്യൂജ് അപ് ട്രെൻഡ് പോയതിന് ശേഷം ഇന്നും മാർക്കറ്റ് സെയിം അതേപോലെ മോർണിംഗിൽ അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നൊരു സെല്ല് നമുക്ക് ആക്ച്വലി ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഹ്യൂജ് ആയിട്ട് ഡൗൺ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഡൗണിഷ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആക്ച്വലി സോഫ്റ്റ് അവിടെ കൺഫർമേഷൻ തരാതെ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങുകയാണ്. പക്ഷേ ഇവിടെ ഒരു സെല്ല് വരുമ്പോൾ നമ്മൾ ആക്ച്വലി സാധാരണ ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി അവിടെ ഒരു ഡൗണിഷ് കാണിക്കും. പക്ഷേ അത് തിരിച്ച് ഒരുപാട് ഇറങ്ങാതെ തിരിച്ച് കയറുമെന്ന് നമുക്ക് ആക്ച്വലി ലൈവിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമുക്ക് നോക്കുമ്പോൾ കൺഫർമേഷൻ അവിടെ ഇല്ലെങ്കിൽ ചെറുതായിട്ട് ഡൗൺ ഇറങ്ങുന്നുണ്ട്, റിവേഴ്സിൽ പോകുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇത് ഒരുപാട് പോകാൻ സാധ്യതയുള്ള ഒരു ഡൗൺ അല്ല, നമുക്ക് അവിടെ നിന്ന് റിവേഴ്സിലേക്ക് പോകാൻ സാധിക്കുന്നു. പക്ഷെ നമുക്ക് ആ സമയത്ത് ക്വിക്ക് ആക്ഷൻ നമുക്ക് അവിടെ എടുക്കുകയാണെങ്കിൽ അവിടെ സ്കാൽപ്പിങ്ങിന് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ സ്കാൽപ്പിങ്ങിൻ്റെ ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു അതേ സെയിം ട്രെൻഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ നിന്നൊരു ചെറിയ ഡൗൺ ഇഷ്യൂ പോയിട്ടുണ്ട്, നമ്മൾ പ്രോഫിറ്റും ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് നമുക്ക് ഡൗണിലേക്ക് ഇറങ്ങാൻ ചെറിയ പ്രോഫിറ്റിൽ നമുക്ക് അവിടെ ബുക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. പക്ഷെ അത് ലൈവിൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കാൻ പറ്റണം. അത് എങ്ങനെ എന്നുള്ളത് ലൈവിൽ ചെക്ക് ചെയ്ത് മനസ്സിലാക്കും. അപ്പോൾ ഇന്നത്തെ ട്രെൻഡ് എങ്ങനെ സോഫ്റ്റ്വെയർ തന്നു, അതിൻ്റെ ഓപ്ഷൻസിൽ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത് കാണിക്കാം. നിഫ്റ്റിയുടെയും കാണിക്കുന്നുണ്ട്, ബാങ്ക് നിഫ്റ്റിയുടെയും ഞാൻ കാണിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ലാസ്റ്റ് ഒന്നൊരു ബൈ ട്രേഡ് നല്ല ഒരു മുകളിലേക്ക് കയറി നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് 20,800 നോക്കുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. അപ്പോൾ സ്കാൽപ്പിങ്ങിന് നിങ്ങൾക്ക് നോക്കാൻ ലാസ്റ്റത്തെ കാണാൻ പറ്റും. ലാസ്റ്റത്തെ ബൈറ്റിൽ ഒരു 16-15 പോയിന്റോളം നമുക്ക് കയറിയിട്ടുണ്ട്. ചെറിയ പോയിന്റ് പ്രോഫിറ്റ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി ട്രെൻഡാണ്. അപ്പോൾ ഇതിനകത്ത് ഗ്രീൻ കളർ അപ്പാര് ബൈയും റെഡ് കളർ സെല്ലുമാണ്. ഇപ്പോൾ ബൈ അല്ലെങ്കിൽ സെല്ല് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു ബൈ സിഗ്നൽ അല്ലെ സെൽ സിഗ്നൽ സോഫ്റ്റ്വെയർ തരുമ്പോൾ അതിന് അലേർട്ട് മെസ്സേജും തരും, അതോടൊപ്പം ഡീറ്റെയിൽസ് നമുക്ക് മുകളിലും താഴെയും കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇതിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്ന സെല്ലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സെൽ 2.5 വന്നാണ് അതിൻ്റെ എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ടാർഗറ്റുകൾ താഴെ 3 ടാർഗറ്റുകളായിട്ട് കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇത് കൺഫർമേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. ക്യാൻഡിൽ കളർ നോക്കുക, താഴത്തെ കൺഫർമേഷൻ ബാർ, ഈ ചെറിയ ബാർ കളറൊക്കെ ഈ കൺഫർമേഷൻ ബാർ എന്ന് പറയും. ഇതിൽ ഇന്നലെ തൊട്ട് ഗ്രീനാണ്, അവിടെ നിന്ന് സെല്ലിലേക്ക് പോയിട്ടേ ഇല്ല. അപ്പോൾ അത് കണ്ടൊരു സെൽ ട്രെൻഡ് അവിടെ ഫോം ആയിട്ടില്ല. അപ്പോൾ ഈ ലേറ്റസ്റ്റ് സെല്ല് നമുക്ക് നോക്കുകയാണെങ്കിൽ കൺഫർമേഷൻ ഓക്കെ അല്ലേ, ഇവിടെ റെഡ് വന്നിട്ടില്ല, അതോടൊപ്പം സെൽ സോണും വന്നിട്ടില്ല. അപ്പോൾ സെല്ല് നോക്കുകയാണെങ്കിൽ ഇപ്പം ബൈ സോണിൽ തന്നെ കിടക്കുകയാണ്, അവിടെ ഒരു കൺഫർമേഷൻ ലെവൽസ് നമുക്ക് ഫോം ആയിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് വന്ന സെല്ലും ഇതേപോലെ തന്നെ ചെറിയൊരു ഡൗണിഷ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു പ്രോഫിറ്റ് ലെവൽ, അതായത് ഒരു പ്രോഫിറ്റ് എന്ന് പറയേണ്ട, അതായത് കൺഫർമേഷൻ ലെവൽസ് അവിടെ ഇല്ല. ചെറിയൊരു ഡൗണിഷ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. അപ്പോൾ ഇത്രയൊന്ന് കയറിയെന്ന് അവിടെ ചെറിയ ഡൗണിഷ് നമുക്ക് സ്കാൽപ്പ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഒരു പോർഷൻ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ രാവിലെ മോർണിംഗിൽ നമുക്ക് വന്ന ട്രെൻഡ് ഇന്നലത്തെ കണ്ടിന്യൂഷൻ ആണ്. ഇപ്പോൾ ഇന്നലത്തെ സിഗ്നൽ നമുക്ക് വന്ന് കൺഫർമേഷൻ വന്ന് ബ്രേക്കൗട്ട് പോർഷനിൽ നമ്മളിവിടുന്ന് 45,678 എന്നാണ് 500 കോളം നമുക്ക് പിക്ക് ചെയ്യായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് അതേപോലെ ബ്രേക്ക് ചെയ്ത പോർഷനിൽ നോക്കുകയാണെങ്കിൽ 46,803 ആണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 46,800 അല്ലെങ്കിൽ 700 600 ഏതിൻ്റെ നമുക്ക് ഓപ്ഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതിനകത്ത് എൻട്രിയും എക്സിറ്റൊക്കെ നമുക്ക് മുകളിൽ കാണിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഇന്നത്തെ നിഫ്റ്റിയുടെ ട്രെൻഡ് അനുസരിച്ച് പറഞ്ഞു തരാം. ഇന്നത്തെ നിഫ്റ്റിയുടെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ വന്ന ബൈയുടെ കണ്ടിന്യൂഷൻ പോയി രാവിലെ ബ്രേക്കൗട്ട് പോയി നേരെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അപ്പം രാവിലെ ബ്രേക്കൗട്ട് പോയ പോർഷൻ നമുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 20,762 എന്നാണ് ബ്രേക്കൗട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് നമുക്ക് 20,700 അല്ലെങ്കിൽ 600 കോൾ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 8 ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം ഓൾറെഡി അപ് ട്രെൻഡിലേക്ക് പോയിരിക്കുന്ന പോർഷനാണ്. അപ്പോൾ നമുക്ക് ആ ഒരു റേറ്റിന് അനുബന്ധിച്ചുള്ള റേറ്റ് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ 700 അല്ലെങ്കിൽ 800, ഞാനിവിടെ 800 പോർഷൻ
ഓപ്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ മണിയിലേക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ റെസിസ്റ്റൻസ് ഇന്നലെ വന്ന ബൈയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്ന് പോയിട്ട് റെസിസ്റ്റ് ചെയ്ത ലെവലിനെ ബ്രേക്ക് ചെയ്ത പോർഷൻ നോക്കുകയാണെങ്കിൽ 76 നിന്നാണ് അവിടെ നേരെ ഒരു അപ് ട്രെൻഡ് കയറിയിട്ട് നമുക്ക് ആക്ച്വലി നല്ലൊരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്, 132 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മാർജിൻ ഇല്ലാതെ ഹ്യൂജ് റിട്ടേൺസ് നമുക്ക് ആക്ച്വലി ഇന്ന് മോർണിംഗിൽ തന്നെ നമുക്ക് ആക്ച്വലി ഓപ്ഷനിലൂടെ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡൗണിഷ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സോഫ്റ്റ് അവിടെ കൺഫർമേഷൻ ലെവൽസ് തന്നിട്ടില്ല. സെൽ സിഗ്നൽ ഫോം ആയെങ്കിൽ ക്യാൻഡിൽ കളർ റെഡ് ആണ്. റെഡ് ഇവിടെ ഫോം ആയിട്ടുണ്ടെങ്കിലും താഴെ സമയത്ത് റെഡ് ഇല്ലായിരുന്നു. താഴെ റെഡ് വന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ അടുത്ത ക്യാൻഡിൽ സൈഡ് വേസ് ആണ്. അപ്പോൾ പ്രോപ്പർ കുറേ സൈഡ് വേസ് തന്നതിന് ശേഷമാണ് ഈ കൺഫർമേഷൻ വരാൻ ശ്രമിച്ചത്. അപ്പോൾ ഇവിടെ ഈ ഒരു ട്രേഡ് നമുക്ക് എടുക്കാൻ പാകത്തിലുള്ളൊരു ട്രേഡ് ആയിരുന്നില്ല. ലാസ്റ്റ് വന്ന ബൈ ഓക്കെ ആയിരുന്നു. ഇവിടുന്ന് മാർക്കറ്റ് കയറുന്നുമുണ്ട്, റെസിസ്റ്റ് ചെയ്ത ലെവലിൽ ബ്രേക്ക് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അവിടുന്ന് ഫസ്റ്റ് ടാർഗറ്റ് ഒരു 39 പോയിന്റ്സ് നമുക്ക് ആക്ച്വലി ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബൈ പ്രകാരം നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അവിടെ താഴെ ആക്ച്വലി സിഗ്നൽസ് വരാൻ കാത്തിരിക്കണമെന്നില്ല. നമുക്ക് ആക്ച്വലി അവിടെ വന്ന ഒരു ബൈ അവിടെ ഒരു കൺഫർമേഷൻ ലെവൽസ് ഇല്ലായിരുന്നു. അപ്പം നേരെ നമുക്ക് കയറുമ്പോൾ അവിടെ നിന്ന് എൻട്രി എടുക്കാമായിരുന്നു. 102 നേരെ നമുക്ക് ബ്രേക്ക് ഔട്ട് പോയി 123 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു അപ് ട്രെൻഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു ട്രേഡ് ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ആക്ച്വലി നമുക്ക് മോർണിംഗിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് നമുക്ക് എടുത്ത് നല്ലൊരു ഹ്യൂജ് റിട്ടേൺസിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ലൈവിൽ ഇത് ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഇന്ന് പറഞ്ഞത് റിവേഴ്സൽ ഇൻഡിഫിക്കേഷൻ, അതായത് നമുക്ക് സോഫ്റ്റ്വെയർ ഇപ്പം നമുക്ക് സിഗ്നൽസ് തരുമ്പം ഒരു ഫേക്ക് ആയിട്ടുള്ള ഡൗൺസ് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള റിവേഴ്സലാണ് ഇങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന്. ഇപ്പം അതാണ് ഞാനിന്ന് പറഞ്ഞു തന്നത്. സൈഡ് വേസ് ഇൻഡിഫിക്കേഷൻ ആയിട്ട് കളർ ചേഞ്ച് സൈഡ് നമ്മുടെ സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. അപ്പം കളർ ചേഞ്ച് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഇവിടെ സൈഡ് വേസ് ആണ്, ഇവിടെ ട്രെൻഡ് ഇല്ല. അതോടൊപ്പം താഴത്തെ കൺഫർമേഷൻ ബാർ അതേ സെയിം ബൈ സോൺ തന്നെയാണ്, അവിടെ നിന്ന് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. നമുക്ക് എടുക്കുവാണെങ്കിൽ സ്കാൽപ്പിംഗ് ചെറിയൊരു പോയിന്റിലൊക്കെ എടുത്ത് എക്സിറ്റ് ചെയ്യാന്നുള്ള കറക്റ്റ് ഇൻഫർമേഷൻ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.